എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയറ്റിംഗ് രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ഡയറ്റിംഗ് രീതിയാണിത്. അപ്പൊ കുറെ പേര് ചിലപ്പോൾ ഈ ഒരു ഡയറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടും അതേപോലെ കുറെ പേര് എന്താണ് ഇതിപ്പോ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയാതെ ആയിട്ടുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡയറ്റിംഗ് രീതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറ്റിംഗ് രീതി കീറ്റോ ഡയറ്റ് എന്നാണ് ഈ ഒരു ഡയറ്റിനെ അറിയപ്പെടുന്നത്. അപ്പൊ മറ്റൊരു പേരും കൂടി ഇതിന് പറയാറുണ്ട്, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായിട്ട് കുറച്ചുകൊണ്ട് അതിന് പകരം ഫാറ്റിന്റെ അളവ് കൂടുതൽ കഴിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഡയറ്റ്. അപ്പൊ ഈ ഒരു ഡയറ്റിനകത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു എനർജി എങ്ങനെ കിട്ടുന്നത് നോക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം, അതായത് അരിയാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് ബോഡിക്ക് എനർജി നൽകുന്ന സാധനങ്ങൾ, ഈ ഒരു ഫാറ്റ് അടങ്ങിയ സാധനങ്ങളാണ് നമ്മുടെ ബോഡിക്ക് കൂടുതൽ എനർജി നൽകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഡയറ്റ്. അപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കേൾക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിന്ന് കേട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് ഫോളോ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഡയറ്റിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു മലയാളി ഡയറ്റിംഗ് രീതി എന്ന് പറഞ്ഞത് എന്താണ്, ഒരു 90% നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും അതിലൊരു 5-10% മാത്രമേ എന്താണ് ബാക്കിയുള്ള ഇലക്കറികളോ പച്ചക്കറികളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഡയറ്റിനകത്ത് 70-80% നമ്മൾ എന്താണ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും അതിന് പകരം ഒരു 20-30% നമ്മൾ പ്രോട്ടീനുകളും 5-10% വരെ മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് ഈ ഒരു കീറ്റോ ഡയറ്റിംഗ് രീതിനകത്ത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡയറ്റിംഗ് രീതി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡയറ്റിംഗ് രീതി ഫോളോ ചെയ്യുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് മൊത്തത്തിൽ നമ്മൾ എന്താണ് കുറക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എന്താണ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഈ ഒരു ഡയറ്റിംഗ് രീതിയിൽ കഴിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഡയറ്റിംഗ് രീതി എന്നതും എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത്, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് ഈ ഡയറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാത്തെന്നുള്ള കാര്യം എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അടുത്തത് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ ഫാറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ ഒരു കീറ്റോ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്കതിനകത്തേക്ക് എന്താണ് നട്ട്സും കാര്യങ്ങളൊക്കെ, അണ്ടിപ്പരിപ്പ് ആവാം, പിന്നെ സീഡ്സ് ആവാം, അതുപോലത്തെ നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇലക്കറികൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാം. അതേപോലെ എന്താണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ ഈ ഒരു ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ഭൂമിക്ക് അടിയിലായി വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മളിത് കഴിക്കുന്നില്ല. അതിന് പകരം ഭൂമിന്റെ മുകളിലേക്കായിട്ട് വളരുന്ന ഇലക്കറി, ക്യാബേജ്, ബ്രോക്കോളി അതുപോലെ തുടങ്ങിയ ഇലക്കറികളും പച്ചക്കറികളാണ് ഈ ഒരു ഡയറ്റിൽ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളായ ഉരുളക്കിഴങ്ങും കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു 4-5 ലിറ്ററോളം വെള്ളം. അത് നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു കീറ്റോ ഡയറ്റിനകത്ത് എന്താണ് ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് എന്താണ് മുട്ട കഴിക്കാം, അതേപോലെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് പാല്, നമ്മളെ ലോ ഫാറ്റ് അടങ്ങിയിട്ടുള്ള പാലും കാര്യങ്ങളൊക്കെ കുടിക്കാം. അങ്ങനത്തെ കാര്യങ്ങളും കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കീറ്റോ ഡയറ്റ്. പിന്നെ നമുക്ക് മീറ്റുകൾ കഴിക്കാം, അതായത് ചിക്കൻ, മട്ടൺ, ബീഫ് അതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കീറ്റോ ഡയറ്റിംഗ് രീതി കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു കീറ്റോ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഈ ഒരു കീറ്റോ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ആവുന്നില്ല. അതിന് പകരം നമുക്ക് എന്താണ് പഴവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്നില്ല. കാരണം അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കാരണം ആ ഒരു ഫ്രൂട്ട്സ് എന്നുള്ള കാറ്റഗറി ഈ ഒരു കീറ്റോ ഡയറ്റിനകത്ത് വരുന്നില്ല. പക്ഷെ നമുക്ക് എന്താണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഡയറ്റിനകത്ത് അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കൂടുതൽ എന്താണ് ഫാറ്റ് അടങ്ങിയ ഐറ്റംസ് ആണ് ഈ ഒരു കീറ്റോ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതേ കീറ്റോ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത മറ്റൊരു കാര്യമാണ് 100% നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഉണ്ടല്ലോ. നമ്മളിപ്പോ കോഫിയിലായാലും ചായയിലായാലും നമ്മൾ എക്സ്ട്രാ ഷുഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഈ ഒരു രീതി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്താണ് ഈ ഒരു കീറ്റോ ഡയറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഈ ഒരു കീറ്റോ ഡയറ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു വെയിറ്റ് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ, നന്നായിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റിംഗ് രീതിയാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന്
എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹം നമ്മളിൽ നന്നായിട്ട് എന്താണ് കുറയാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലും നന്നായിട്ട് നമ്മുടെ ബോഡിക്കൊക്കെ നന്നായിട്ട് ഗുണങ്ങൾ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആഹാരം മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് നമുക്ക് കുറയുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറാനും അതേപോലെ തന്നെ എന്താണ് അസുഖങ്ങൾ വരാനുള്ള ഒരു പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഡയറ്റിംഗ് രീതി കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഡയറ്റിനകത്ത് ഉണ്ട്. അപ്പൊ ഗുണങ്ങൾ മാത്രമല്ല അതേപോലെ തന്നെ നമുക്ക് ദോഷങ്ങളും ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് നമ്മളെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൂടുതൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായിട്ട് കുറക്കുന്നത് കൊണ്ട് എന്താ നമുക്ക് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ കീറ്റോ ഫ്ലൂ, കീറ്റോ റാഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു ദോഷങ്ങളായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് അളവ് നമ്മൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത്. അപ്പൊ അത് മൊത്തത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് നിങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് പകരം അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പിന്നെ പതിയെ എന്താണ് അത് ഒഴിവാക്കുന്നതാവും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ഈ ഒരു ഫ്ലൂ, റാഷസും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് ഈ ഒരു ഡയറ്റ് എടുക്കുന്നതിലൂടെ ശ്രദ്ധിക്കാനും കൂടി ഉണ്ട്. അതേപോലെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ ഒഴിവാക്കണം, അപ്പൊ എന്തൊക്കെ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് നോക്കാം. അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഒഴിവാക്കേണ്ട കാര്യമാണ് സോഡ, പിന്നെ എക്സ്ട്രാ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മളെ കാർബോഹൈഡ്രേറ്റ് അടങ്ങി എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കി. ഇപ്പൊ ദോശയായാലും ഇഡ്ഡലി ആയാലും അല്ലെങ്കിൽ അരി കൊണ്ടുള്ള എന്ത് ഭക്ഷണങ്ങളായാലും നമ്മൾ എന്താണ് ഈ ഒരു ഡയറ്റിംഗ് രീതി ഫോളോ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് നന്നായിട്ട് കുറയാൻ, ഒരു ബാലൻസ്ഡ് വെയിറ്റിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിംഗ് രീതിയാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ എക്സ്ട്രാ ഈ ഒരു മീറ്റ് കാര്യങ്ങൾ, അതായത് മട്ടനും ചിക്കനും അതുപോലെ തന്നെ ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഡയറ്റിംഗ് രീതി ആവുമ്പോൾ നിങ്ങൾ എന്താണ് അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം ഈ ഒരു ഡയറ്റിംഗ് രീതി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ എന്റെ ഈ ഒരു ഡയറ്റിംഗ് രീതി ഞാൻ ചെയ്തു വന്ന ഒരു ഡയറ്റിംഗ് രീതിയായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഡയറ്റിംഗ് രീതി ബന്ധമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായത്. ഒരു ആഴ്ചയിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചയിലെ എല്ലാ അരിയാഹാരങ്ങളും, അത് ചോറ്, ഇഡ്ഡലി, ദോശ പോലുള്ള എല്ലാ അരിയാഹാരങ്ങളും മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഞാൻ പറഞ്ഞു റാഗി കൊണ്ടുള്ളതും ഗോതമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഞാൻ എന്റെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. പക്ഷെ അതിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റേതായിട്ടുള്ള ഡയറ്റിംഗ് രീതിയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെയുള്ള ഡയറ്റിംഗ് രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പതിയെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റിംഗ് രീതി എന്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഷുഗറും കാര്യങ്ങളും മൊത്തത്തിൽ കുറച്ചപ്പോഴും ഈ ഒരു അരിയാഹാരം മൊത്തത്തിൽ കുറച്ചപ്പോഴും എനിക്ക് നന്നായിട്ട് അതിന്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു 85 കിലോന്ന് ഒരു 69 കിലോ ആയിട്ട്, അതായത് 16 കിലോയോളം എനിക്ക് വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ഈ ഒരു ഷുഗറിന്റെ എഫക്റ്റും ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ എഫക്റ്റും എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പൊ മുതലാണ് ഞാൻ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള വെയിറ്റിൽ പോകുന്നത്. ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റിൽ കൺട്രോൾ, അതായത് 69 കിലോന്ന് ചിലപ്പോൾ 1 കിലോ കൂടും, അത്ര മാത്രമേ ഉള്ളൂ. അതെന്നാലും വലിയൊരു കൂടുതലൊന്നുമല്ല, ചിലപ്പോൾ അതേപോലെ കുറയാറുണ്ട്. അപ്പൊ ഒരു വലിയൊരു മാറ്റം എന്റെ ഒരു വെയിറ്റിംഗ് രീതിയിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഫ്ലുവന്റ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് വെയിറ്റ് ആണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു ഡയറ്റിംഗ് രീതി എന്ന് വേണമെങ്കിൽ ഈ ഒരു കീറ്റോ ഡയറ്റിനെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത ഒരു ഡയറ്റിംഗ് രീതിയും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡയറ്റിംഗ് രീതിയാണ്. കാരണം നല്ലതായിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റിയൊരു ഡയറ്റിംഗ് രീതിയാണ്. അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റിംഗ് രീതിയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.